ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് നിത്യേന എന്നുള്ള രീതിയിൽ അടുക്കളയിൽ ആവശ്യം വരുന്ന ഒരു ഉഗ്രൻ ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കറുത്ത് കരി പിടിച്ചിട്ടുള്ള അടുക്കള പാത്രങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് അധികം കൈ ആയാസപ്പെടാതെ സ്ക്രബ്ബറൊന്നും ഒരുപാട് അങ്ങോട്ട് ഉരക്കാതെ പെട്ടെന്ന് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ള ടിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദ്യം കാണിക്കുന്നത് നല്ല കൊതിയൂറും രുചിയിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു മീൻ ഫ്രൈ, അതും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറൽ മീൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരായിട്ട് ആരുണ്ടായാലും വളരെ ഈസിയാണ്. എന്ന ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ഇതുപോലെ മാത്രമായിരിക്കും ഉണ്ടാക്കുക കേട്ടോ. അധികം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു വൈറൽ മീൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏത് തരം മീനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അത് ചൂടാക്കിയിട്ടില്ല. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മുളക് പൊടി, തനി നാടൻ മുളക് പൊടി കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് ഒരു 10 കുഞ്ഞുള്ളി ചതച്ചതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ ചെറുതീയിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് വാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകപ്പൊടി ആവശ്യത്തിനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറു തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനില്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ആദ്യമേ ഇട്ടത് കൊണ്ട് അത് കരിഞ്ഞു പോകും. ഇനി അതൊന്ന് വാടി വന്നതിന് ശേഷം, തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള വാളംപുളി പിഴിഞ്ഞെടുത്തത്, അതിൻ്റെ ആ ഒരു ജ്യൂസ് കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവോലിയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. വാളംപുളി ചേർത്തതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഉപ്പിട്ടതിന് ശേഷമാണ് മീൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു 2 പുറവും, ആവോലി മീനിൻ്റെ 2 പുറവും ആ ഒരു പേസ്റ്റ് ആകുന്ന തരത്തിൽ നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ചെറുതീയിൽ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു ഗ്രേവി പോലെ ഉള്ളതൊക്കെ നന്നായിട്ട് വറ്റി നല്ല തിക്കായിട്ട് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ എണ്ണയിലൊക്കെ മുക്കിപ്പൊരിക്കുന്നതിന് പകരം ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് മീൻ ഫ്രൈ റെഡിയാക്കി എടുക്കാനുള്ള ഈ ഒരു മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു മീൻ മാത്രം മതിയാകും. 1 2 പ്ലേറ്റ് ചോറ് വരെ നമ്മൾ കാലിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റീൽ പാനുകളൊക്കെ ഇതുപോലെ കറുത്ത് കരി പിടിച്ച് ഒട്ടിപ്പിടിച്ച രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇളക്കി കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സാധാരണ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചാൽ പോലും നമുക്കത് ഇളക്കി കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കൈയൊന്നും അധികം ആയാസപ്പെടാതെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ ആ കരി പിടിച്ച പാത്രത്തിലേക്ക് ഞാൻ
ഉപയോഗിച്ച നാരങ്ങയുടെ തൊലി അല്ലെങ്കിൽ പകുതി പിഴിഞ്ഞ നാരങ്ങ ഇതിൻ്റെ തൊണ്ടുകളെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ നാരങ്ങയുടെ ആ ഒരു തൊലിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റീൽ പാനിലോ അല്ലെങ്കിൽ ഏത് തരം പാനിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുക്കറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാരങ്ങ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു ചീത്ത മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇല്ലാതാക്കാനും, ഇപ്പോൾ മീനൊക്കെ എടുത്ത പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിച്ചണിലൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ, അതൊക്കെ മാറ്റാനായിട്ട് ഈ നാരങ്ങ തൊലി കൊണ്ട് തിളപ്പിച്ച് ഈ വെള്ളം സഹായിക്കും കേട്ടോ. അപ്പം ഞാനിത് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ആ ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് തീ കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ടുണ്ടല്ലോ സൈഡിലൊക്കെ ഉള്ള ആ ഒരു അഴുക്കൊക്കെ നമുക്ക് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കാണെങ്കിൽ പോലും ആ ഒരു തൊലി വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇളകി വരുന്നതായിട്ട് കാണാം കേട്ടോ. ഇനി ഇതാ ഇവിടെ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് ലിക്വിഡ് സോപ്പാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ വാഷിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിലും അത് ഒരു ടീസ്പൂൺ കണക്കിന് ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് ഒഴിച്ച് കളയാം കേട്ടോ. അപ്പം ഞാനിതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ കണ്ടോ, അതിലുള്ള ആ അഴുക്കൊക്കെ കട്ടിയായ അഴുക്കോടുകൂടി കറുത്ത് കരി പിടിച്ചിരുന്നതായിരുന്നു. അതെല്ലാം കണ്ടില്ലേ, നമുക്ക് അത് കൈ കൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയാൽ പോകുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് അധികം ആയാസപ്പെടാതെ സ്ക്രബ്ബറൊക്കെ ഇട്ടൊന്നും ഒരുപാടൊന്നും ഉരക്കാതെ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രം ആവട്ടെ എന്ത് തരം പാത്രങ്ങളായാലും നമുക്ക് ഈ രീതിയിൽ കറുത്ത് കട്ടി പിടിച്ചിട്ടുള്ള അഴുക്കുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇനിയൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് തേച്ചൊരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ പുത്തനായിട്ട് നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ കിട്ടുന്നതാണ്. കുക്കറൊക്കെ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം കൈയൊന്നും വേദനിക്കാതെ തന്നെ സ്ക്രബ്ബറൊന്നും ഒരുപാട് ഇട്ട് ഉരക്കാതെ പെട്ടെന്ന് തന്നെ ഈ ഒരു കറുത്ത് കരി പിടിച്ച ആ ഒരു അഴുക്കൊക്കെ നമുക്ക് ഇളക്കി കളയാനായിട്ട് പറ്റുന്നതാണ്. അതിൽ നല്ല പോലെ തന്നെ ഇത് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പാനുകളൊക്കെ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കറി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാനുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള ടിപ്പ് തന്നെയാണ്. സാധാരണ സ്റ്റീൽ പാത്രമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയൊക്കെ പിടിച്ചിട്ട് പുകഞ്ഞ് കത്താറുണ്ട്. ഇനി അങ്ങനെ പുകഞ്ഞ് കത്താതെ പാചകം വളരെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് പറയുന്നത്. സ്റ്റീൽ പാത്രം നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു വാട്ടർ ടെസ്റ്റ് നടത്താം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്ന സമയത്ത് സോപ്പ് പത പോലെ നുരഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റീൽ പാൻ ചൂടായിട്ടില്ല എന്നാണ് അർത്ഥം. അതിന് പകരം നന്നായിട്ട് ചേമ്പിൻ്റെ ഇലയിലൊക്കെ വെള്ളം ഒഴിക്കുന്നത് പോലെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വെള്ളത്തുള്ളികൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ സ്റ്റീൽ പാത്രത്തിൻ്റെ ചൂട് പാകമായി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അതിലേക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണോ അത് ചേർത്തിട്ട് പാചകം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ദോശയോ അല്ലെങ്കിൽ ബുൾസയോ എന്ത് വേണമെങ്കിലും അതിലേക്ക് ചൊട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് സ്റ്റീൽ പാത്രത്തിൽ പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.